പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ഒരു സ്പീച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് കിടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ. വിക്ടേഴ്സ് ചാനൽ ഇപ്പോൾ എല്ലാ സബ്ജക്ട്സിൻ്റെയും ഓരോരോ ചാപ്റ്റർ വൈസ് എല്ലാ സബ്ജക്റ്റിൻ്റെയും വീഡിയോ ഇടുന്നുണ്ട്. റിവിഷൻ ചാപ്റ്റേഴ്സാണ് ഇടുന്നത്. അപ്പോൾ അതിലൊന്ന് ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. വിക്ടേഴ്സ് ചാനലിൻ്റെ റിവിഷൻ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്യുക. അതിൽ മാത്രം ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് A+ വാങ്ങിക്കാൻ കിട്ടും എന്നാണ് നമ്മൾ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. അപ്പോൾ ആ റിവിഷൻ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ നന്നായിട്ട് കാണുക. ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ ഇപ്പോൾ വന്നിരിക്കുന്ന ആദ്യത്തെ ലെസൺ എന്ന് പറയുന്നത് സ്പീച്ചാണ്. അപ്പം ആ സ്പീച്ച് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ക്വസ്റ്റ്യനുമാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് ഒരു സ്പീച്ച് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്പീച്ച് എഴുതുമ്പോൾ അല്ലെങ്കിൽ പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ ആദ്യത്തെ സ്ലൈഡിൽ നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിടാതെ ഈ വീഡിയോസ് എല്ലാം ഫോളോ ചെയ്യുക. എല്ലാം അപ്പോൾ തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓരോ കൈറ്റ് വിക്ടേഴ്സിൻ്റെ ഓരോ റിവിഷൻ ചാപ്റ്റർ വരുമ്പോഴും ഞാനത് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ വിജിലൻ്റ് ആയിരിക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഒരു സ്പീച്ച് നമ്മൾ ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആദ്യം ഹെഡിങ്, അതിൻ്റെ നല്ലൊരു ഹെഡിങ് കൊടുക്കുക. പിന്നെ ഒരു ക്യാച്ച് സല്യൂട്ടേഷൻ ആയിരിക്കുക. പിന്നെ നല്ല ഇൻട്രൊഡക്ഷൻ കൊടുക്കുക. പിന്നെ ക്ലിയർ ആൻഡ് അപ്രോപ്രിയേറ്റ് കണ്ടൻറ്റ്. അപ്പോൾ ഒത്തിരി അങ്ങ് കാട് കയറി പറയാതെ അതിൻ്റെ സം ആൻഡ് സബ്സ്റ്റൻസ് പറയുക. പിന്നെ പോസിറ്റീവ് ആൻഡ് ഇഫക്റ്റീവ് കൺക്ലൂഷൻ, നല്ലൊരു പോസിറ്റീവ് മെസ്സേജ് കൊടുക്കുന്ന നല്ലൊരു കൺക്ലൂഷനൊക്കെ കൊടുക്കുക. പിന്നെ താങ്കിങ് ദ ഓഡിയൻസ്. ഇത്രയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്രിസ്റ്റ്യൻ ലഗാർഡെ emphasizes the importance of learning, labor and leadership in women empowerment. Draft a speech to be delivered in the school assembly on the topic Educated Women Lead the Nation to Progress and Prosperity based on your reading of the speech. The 3 L's of Empowerment. അപ്പം ഈ സ്പീച്ചിൽ ക്രിസ്റ്റ്യൻ ലഗാർഡെ സ്പീച്ചിൽ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടി ഇതാണ്. ഡ്രാഫ്റ്റ് എ സ്പീച്ച് ടു ബി ഡെലിവേർഡ് ഇൻ ദ സ്കൂൾ അസംബ്ലി ഓൺ ദ ടോപ്പിക് എഡ്യൂക്കേറ്റഡ് വിമൻ ലീഡ് ദ നേഷൻ ടു പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പം വിദ്യാസമ്പന്നരായ സ്ത്രീകളാണ് ദേശത്തെ പ്രോഗ്രസ്സിലേക്കും പ്രോസ്പെരിറ്റിയിലേക്കും നയിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നിങ്ങളൊരു സ്പീച്ച് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് നിങ്ങളത് വായിച്ചിട്ട് എന്താണ് മനസ്സിലാക്കിയത്, അതെങ്ങനെ നിങ്ങളൊരു സ്പീച്ചായിട്ട് പ്രസൻറ്റ് ചെയ്യും? നമുക്ക് നോക്കാം ആൻസർ. നല്ലൊരു സല്യൂട്ടേഷനാണ്. റെസ്പെക്റ്റഡ് പ്രിൻസിപ്പൽ, ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ സ്റ്റുഡൻസ്, ടുഡേ ഐ എം ആസ്ക്ഡ് ടു സ്പീക്ക് അബൌട്ട് എഡ്യൂക്കേറ്റഡ് വിമൻ ലെഡ് ദ നേഷൻ ടു പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. അപ്പോൾ ഇതാണ് ഇൻട്രൊഡക്ഷൻ. ക്വസ്റ്റ്യൻ തന്നിരിക്കുന്ന അതേ ഇൻട്രൊഡക്ഷൻ നമ്മൾ കൊടുക്കുക. ടുഡേ ഐ എം ആസ്ക്ഡ് ടു സ്പീക്ക് അബൌട്ട് educated women lead the nation to progress and prosperity. It is very true that educated women can lead the nation to progress and prosperity. അപ്പം നമ്മുടെ ഐഡിയാസാണ് നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് വെരി ട്രൂ, അത് ശരിയാണ്. എന്താണ്? ദാറ്റ് എഡ്യൂക്കേറ്റഡ് വിമൻ ക്യാൻ ലീഡ് ദ നേഷൻ ടു പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി. ഇനി വി ഷുഡ് നോ ദാറ്റ് റഫ്ലി ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് വിമൻ. അപ്പോൾ നമുക്കറിയാം റഫ്ലി ഹാഫ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് വിമൻ. നാച്ചുറലി നിങ്ങൾ ആ വുമണും വിമനും തമ്മിലുള്ള വ്യത്യാസം നോക്കണം കേട്ടോ. വിമൻ എന്നുള്ളത് പ്ലൂറലും വുമൺ WOMAN എന്നുള്ളത് സിംഗുലറുമാണ്. അടുത്ത് നാച്ചുറലി ദേ കാൺട്ട് റിമെയിൻ ഐഡിൽ ഇൻ ദ മാർച്ച് ടുവേർഡ്സ് പ്രോഗ്രസ്. നമുക്ക് ഈ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സൊക്കെ നിങ്ങൾ കാണാപ്പാടം തന്നെ പഠിക്കുക. നാച്ചുറലി ദേ കാൺട്ട് റിമെയിൻ ഐഡിൽ, അവർക്ക് വെറുതെ അങ്ങനെ ഐഡിലായിട്ടിരിക്കാൻ പറ്റില്ല. ഇൻ ദ മാർച്ച് ടുവേർഡ്സ് പ്രോഗ്രസ്സിലേക്കുള്ള അല്ലെങ്കിൽ സമൃദ്ധിയിലേക്കുള്ള അല്ലെങ്കിൽ ഉന്നതിയിലേക്കുള്ള ആ മാർച്ചിങ്ങിൽ അവർക്ക് ഐഡിയലായിട്ട് അല്ലെങ്കിൽ വെറുതെ അലസരായിട്ടിരിക്കാൻ പറ്റില്ല. ഗോൺ ആർ ദ ഡേയ്സ് വെൻ വിമൻ സ്റ്റേഡ് വിത്തിൻ ദ 4 walls ഓഫ് ദ ഹോം കൺട്രോൾഡ് ബൈ ദ പെട്രിയാർക്കൽ സൊസൈറ്റി. പെട്രിയാർക്കൽ എന്ന് പറഞ്ഞാൽ ആരാണ്? മെൻ ഹെഡായിട്ടുള്ള ഫാമിലിയാണ് പെട്രിയാർക്കൽ. അപ്പോൾ ഗോൺ ആർ ദോസ് ഡേയ്സ്, ഗോൺ ആർ ദ ഡേയ്സ്, ആ ദിവസം ആ നാളുകളെല്ലാം പോയി മറഞ്ഞു. എന്താണ് എന്ന് ഏത് ദിവസങ്ങളാണ്? വെൻ വിമൻ സ്റ്റേഡ് വിത്തിൻ ദ 4 walls ഓഫ് ദ ഹോം, ആ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ വിമൻ കഴിഞ്ഞിരുന്ന ആ കാലം പോയി കഴിഞ്ഞു. അപ്പോൾ ആ കാലത്തിനോട് വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട്. എന്തായിരുന്നു? ഹോം ഇറ്റ് വാസ് കൺട്രോൾഡ് ബൈ പെട്രിയാർക്കൽ സൊസൈറ്റി. അപ്പോൾ പുരുഷാധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന ആ കാലം, പുരുഷാധിപത്യത്തിൽ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ സ്ത്രീകൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞിരുന്ന ആ കാലങ്ങളൊക്കെ പോയി കഴിഞ്ഞു. ഗോൺ ആർ ദ ഡേയ്സ്.
ഇന്നെന്താണ് വിമൻ ആർ ഈക്വൽ ടു മെൻ ഇൻ ഓൾ റെസ്പെക്ട്സ്. ഇന്ന് എല്ലാ കാര്യത്തിലും വിമൻ ആർ ഈക്വൽ ടു മെൻ. പുരുഷന്മാരോട് തുല്യരാണ് സ്ത്രീകൾ എല്ലാ കാര്യത്തിലും. ടുഡേ ഷീ ഡ്രൈവ്സ് ബസ്സസ് ആൻഡ് ട്രക്സ്, പൈലറ്റ്സ് എയർപ്ലെയിൻസ്, ഫൈറ്റ്സ് ബാറ്റിൽസ് ആൻഡ് ഗോസ് ടു ദ സ്പേസ്. ഇപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് സ്ത്രീകൾ കടന്നു ചെല്ലാത്ത ഒരു സ്ഥലം പോലുമില്ല, ഒരു മേഖല പോലുമില്ല അല്ലേ. ഷീ ഡ്രൈവ്സ് ബസ്സസ് ആൻഡ് ട്രക്സ്, പൈലറ്റ്സ് എയർപ്ലെയിൻസ്, ഫൈറ്റ്സ് ബാറ്റിൽസ് ആൻഡ് ഗോസ് ടു ദ സ്പേസ്. ഇനി പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി ഫോർ ദ നേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ വിമൻ ത്രൂ 3 Ls. അപ്പോൾ അത് അടുത്ത പോയിന്റിലേക്ക് വരികയാണ്. ആ 3 Ls ഏതൊക്കെയാണ്? ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ് മറക്കരുത്. അപ്പോൾ പ്രോഗ്രസ് ആൻഡ് പ്രോസ്പെരിറ്റി ഫോർ ദ നേഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ വിമൻ. അപ്പം ഈ നേഷൻ്റെ പ്രോഗ്രസ്സും പ്രോസ്പെരിറ്റിയും അത് വിമൻ നോക്കിയാൽ മാത്രമേ പറ്റുള്ളൂ. എങ്ങനെയാണ്? ബൈ ദ 3 Ls, ലേണിംഗ്, ലേബർ ആൻഡ് ലീഡർഷിപ്പ്. ലേണിംഗ് ഹെൽപ്സ് ദ വുമൺ ടു നോ അബൌട്ട് ഹർ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. ഇപ്പോൾ പഠിച്ചത് കൊണ്ട് മാത്രം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ സ്ത്രീക്ക് അവളുടെ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസിനെ പറ്റി മനസ്സിലാക്കാൻ പറ്റൂ. ലേബർ ഓർ എംപ്ലോയ്മെൻറ്റ് ഗീവ്സ് ഹർ ദ ഇക്കണോമിക് പവർ ടു അസേർട്ട് ഹെർസെൽഫ്. അവളെ തന്നെ ഒന്ന് അസേർട്ട് ചെയ്യുക. അപ്പോൾ അതിനുള്ള ഒരു ഇക്കണോമിക് പവറൊക്കെയാണ് ലേബർ ഓർ എംപ്ലോയ്മെൻറ്റ് അവൾക്ക് കൊടുക്കുന്നത്. ലേബർ ഓർ എംപ്ലോയ്മെൻറ്റ് ഗീവ്സ് ഹർ ദ ഇക്കണോമിക് പവർ ടു അസേർട്ട് ഹെർസെൽഫ്. A woman without any income has to depend on her father, husband or son for her needs. അപ്പം ഒരു വുമണിന് സ്വന്തമായിട്ട് വരുമാനമില്ലെങ്കിൽ ഷീ ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ഹർ ഫാദർ, ഐദർ ഫാദർ ഓർ ഹസ്ബൻഡ് ഓർ സൺ. ഫാദറിനെയോ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ മകനെയോ ഒക്കെ അവർക്ക് ആശ്രയിക്കേണ്ടി വരുന്നു. എങ്ങനെയുള്ള ആൾക്കാർക്കാണ്? എ വുമൺ വിതൗട്ട് എനി ഇൻകം. ഇനി ലീഡർഷിപ്പ് മേക്സ് വുമൺ പവർഫുൾ. She should be able to lead so that the world becomes a better place to live in. So she should be able to lead. അപ്പം അതായത് സ്ത്രീ മുൻകൈ എടുക്കണം, ലീഡർഷിപ്പിനുള്ള മുൻകൈ എടുക്കണം, എങ്കിൽ മാത്രമേ ലോകം നന്നാകൂ എന്നാണ് പറയുന്നത്. ഇനി വിമൻ മേക്ക് ബെറ്റർ ലീഡേഴ്സ് ദാൻ മെൻ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ നോട്ടിലൊക്കെ പഠിച്ച കാര്യങ്ങളാണ്. വിമൻ നിങ്ങൾ നോക്കുക, വിമൻ പ്ലൂറലാണ്. വിമൻ മേക്ക് ബെറ്റർ ലീഡേഴ്സ് ദാൻ മെൻ. They tend to make decisions based on consensus building, inclusion, compassion and sustainability. ഇത് 4 നിങ്ങൾ കാണാതെ പഠിക്കുക. എങ്ങനെയാണ് അവർ ടെൻ ടു മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ. അപ്പം വെറുതെ എടുത്തു ചാടിയുള്ള തീരുമാനങ്ങളല്ല സ്ത്രീകളെ സംബന്ധിച്ചോളം. ആസ് ഫാർ ആസ് സ്ത്രീകൾ ആർ കൺസേൺഡ് ഓർ ആസ് ഫാർ ആസ് വിമൻ ആർ കൺസേൺഡ്, ദേ മേക്ക് ഡിസിഷൻസ് അപ്പോൺ കൺസെൻസസ് ബിൽഡിംഗ്, ഇൻക്ലൂഷൻ, കമ്പാഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി. വിമൻ ഹാവ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ് ആൻഡ് ഷുഡ് ബി റെഡി ടു ഡെയർ ദ ഡിഫറൻസ്. അപ്പം അവരൊരു മൈൻഡ് സെറ്റ്, എനിക്ക് എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാനേ പറ്റൂ എന്നുള്ള ആ മൈൻഡ് സെറ്റ് അവർ മാറ്റണം. ദേ ഹാവ് ടു ചേഞ്ച് ദെയർ മൈൻഡ് സെറ്റ് ആൻഡ് ഷുഡ് ബി ഏബിൾ ടു ഹാൻഡിൽ ദ ചലഞ്ചസ്, ഫേസ് ദ ചലഞ്ചസ് ആൻഡ് ഡെയർ ദ ഡിഫറൻസസ്. ടു ടേക്ക് റിസ്ക് ആൻഡ് സ്റ്റെപ്പ് ഔട്ട്സൈഡ് ദെയർ കംഫർട്ട് സോൺ. ഇപ്പോൾ എല്ലാവരും ഒരു കംഫർട്ട്, എനിക്ക് ഇവിടെ തന്നെ കഴിയാനാണ് എനിക്കിഷ്ടം, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ തന്നെ ഇരിക്കാനാണ്. ഐ എം നോട്ട് റെഡി ടു ഫേസ് ചലഞ്ചസ്, ഐ എം നോട്ട് റെഡി ടു അക്സെപ്റ്റ് ചലഞ്ചസ് എന്നൊക്കെ, അങ്ങനെയുള്ള ആ കംഫർട്ട് സോണിൽ നിന്ന് അവർ മാറണം എന്നാണ് പറയുന്നത്. ഇന്ദിരാഗാന്ധി ആൻഡ് കൽപ്പന ചൗള came out of their comfort zones and that is why we respect them and remember them even today. അപ്പം ഇന്ദിരാഗാന്ധിയും കൽപ്പന ചൗളയും പോലെയൊക്കെയുള്ള ധീരരായ സ്ത്രീകൾ അവരവരുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വന്നു. അതുകൊണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്നത് അവർ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു. അതുകൊണ്ട് we remember them even today. I ask the girls present here to take charge of their lives. You have a lot to gain and nothing to lose by trying to make yourself equal or even better than a man. അപ്പോൾ ഒരു പുരുഷനെ കഴിഞ്ഞും ഏത് ഫീൽഡിലായാലും ഒരു പുരുഷനെ കഴിഞ്ഞും ഒത്തിരി ചേഞ്ചായിട്ട് സ്ത്രീകൾക്ക് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഐ ആസ്ക് ദ ഗേൾസ് പ്രസൻറ്റ് ഹിയർ ടു ടേക്ക് ചാർജസ് ഓഫ് ദെയർ ലൈഫ്സ്. അവരുടെ ജീവിതത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അല്ലെങ്കിൽ വരാൻ പോകുന്ന ചലഞ്ചസ് എല്ലാം അവർ തന്നെ ഏറ്റെടുക്കണം. യു ഹാവ് എ ലോട്ട് ടു ഗെയിൻ. നിങ്ങൾക്ക് ഇഷ്ടം പോലെ നേടാനുണ്ട്. ആൻഡ് നത്തിങ് ടു ലോസ്. ഒന്നും നഷ്ടപ്പെടാനില്ല. ബൈ ട്രൈങ് ടു മേക്ക് യുവർ സെൽഫ് ഈക്വൽ, അപ്പം ഓർ ഇവൻ ബെറ്റർ ദാൻ മാൻ. ഇപ്പം മനുഷ്യനോട് തുല്യനോ ഒരു പക്ഷേ അവനെ കഴിഞ്ഞും ബെറ്റർ ആകാനുള്ള ഒരു ചാൻസാണ് നമുക്കുള്ളത്. അതുകൊണ്ട്
വി ഷുഡ് കം ഫോർവേഡ്. ഐ വിഷ് യു സക്സസ് ഇൻ യുവർ എൻഡവേഴ്സ്. താങ്ക് യു ഓൾ. അപ്പോൾ നല്ലൊരു കൺക്ലൂഷനും നല്ലൊരു പോസിറ്റീവ് തോട്ട് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ലാസ്റ്റ് പാരഗ്രാഫിൽ നല്ലൊരു പോസിറ്റീവ് തോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പോസിറ്റീവ് കൺക്ലൂഷൻ കൊടുക്കുക, അവസാനം ഓഡിയൻസിന് താങ്ക്സ് പറയുക. ഇപ്പോൾ ഇത്രയാണ് ഈ സ്പീച്ചിലുള്ളത്. ഇപ്പോൾ നിങ്ങൾ ഇത് അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന വേർഡ്സ് എങ്കിലും കാണാതെ പഠിക്കുക, കുറേ പോയിൻറ്റ്സ് കാണാതെ പഠിക്കുക, വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ പറഞ്ഞതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, മറന്നു പോകരുത്. ഇനി റിവിഷൻ, ഇപ്പോൾ ഇത്രയും ദിവസം നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ്, സ്പീച്ചസ്, പ്രൊഫൈലൊക്കെയാണ് ഇട്ടത്. ഇനി നമ്മളിടാൻ പോകുന്ന ഈ കൈറ്റ് വിക്ടേഴ്സ് ചാനലിൽ വരുന്ന റിവിഷൻ ചാപ്റ്റേഴ്സാണ്. അപ്പോൾ റിവിഷൻ ചാപ്റ്റേഴ്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഇനി ഓൾ ദ ബെസ്റ്റ്.